വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തോൽക്കുമെന്ന് PK ശ്യാമളയ്ക്ക് അറിയാമായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മനസ്സ് തുറന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വോട്ടെടുപ്പിന് മുൻപ് തന്നെ തോൽക്കുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നില്ലേ എന്ന് PK ശ്യാമള ചോദിച്ചു. പാർട്ടിക്ക് അറിയാമായിരുന്നിട്ടും തന്നെ പറ്റിച്ച് സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് PK ശ്യാമള പറഞ്ഞതായി MV ഗോവിന്ദൻ വെളിപ്പെടുത്തുന്നത്. തന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നങ്ങളുണ്ടായെന്നും CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. തോറ്റത് ഞാനല്ല, പാർട്ടിയാണ് എന്ന PK ശ്യാമളയുമെന്ന് ദില്ലിയിൽ പ്രതികരിച്ചു. ശ്യാമൾ ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ താനല്ല തോറ്റത്, പാർട്ടിയാണ് തോറ്റതെന്ന് PK ശ്യാമള പറയുന്നു. PK ശ്യാമള മത്സരിച്ചുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഈ ഒരു പ്രതികരണം വരുന്നതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ MV ഗോവിന്ദന്റെ പ്രതികരണവും പിഴവ് പറ്റിയെന്ന സമ്മതിക്കലുണ്ടോ? സ്മൃതി, ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്താണ് വലിയ വിമർശനങ്ങൾ നേരിട്ട് കേട്ടതിന് ശേഷമാണ് MV ഗോവിന്ദൻ മനസ്സ് തുറന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് സംസാരിച്ചത്. ഭാര്യ കൂടിയായ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി PK ശ്യാമള നിങ്ങൾ എന്നെ പറ്റിച്ചു എന്ന് എന്നോട് പറഞ്ഞു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതിന് കാരണമായി പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അവിടെ ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന കണക്കെടുപ്പ് നടത്തിയിരുന്നു. ആ കണക്കെടുപ്പിൽ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തോൽക്കുമെന്ന ഒരു കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ കണക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ എന്തിന് മത്സരിപ്പിച്ചു, അതെന്നെ പറ്റിക്കുകയായിരുന്നില്ലേ എന്ന് PK ശ്യാമള ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം അദ്ദേഹം പല വിമർശനങ്ങൾ, ഒരു വിമർശനം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ 1000 വോട്ടെങ്കിലും പോകും ഒരു മണ്ഡലത്തിൽ എന്ന തരത്തിൽ ചർച്ചകൾ ചില ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നമുണ്ട്. ചില ആളുകൾ പറയും ചിരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തണമെന്ന്, ചില ആളുകൾ ഗൗരവത്തിൽ വാർത്താ സമ്മേളനം നടത്തണമെന്ന് പറയും. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദ്യം ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഇനി ഉണ്ടാവില്ല, ഒഴിവാക്കുകയാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒപ്പം ആ വാർത്താ സമ്മേളനം കഴിയുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് അതൊന്ന് കാണുന്നുണ്ടോ, വീണ്ടും ഒന്നുകൂടി കാണണം, അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി അടുത്ത വാർത്താ സമ്മേളനത്തിൽ അത് ശരിയാക്കണമെന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു സ്വയം വിമർശന രൂപേണയുള്ള ഒരു സംസാരമാണ് MV ഗോവിന്ദൻ നടത്തിയത്. സ്മൃതി, ശരി, കൗതുകമുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ സമ്മേളനത്തിൽ പാർട്ടി യോഗങ്ങളിൽ ഇപ്പോൾ MV ഗോവിന്ദൻ പിഴവ് സമ്മതിക്കുന്നത്.